നമസ്കാരം. കേരളത്തിലെ എല്ലാ വീടുകളിലും ദിവസവും ഉപയോഗിക്കുന്ന പാചകവാതകം സംബന്ധിച്ച് പ്രാബല്യത്തിൽ വന്ന 4 പ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഗ്യാസ് ബുക്കിംഗ് നിയന്ത്രണം, നിർബന്ധ സുരക്ഷാ പരിശോധന, ഇക്വൈസി പൂർത്തീകരണം, ഉജ്ജ്വലോചന സബ്സിഡി എന്നിവയാണ് ഈ 4 വിഷയങ്ങൾ. ഈ വിവരങ്ങൾ ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഗ്യാസ് വിതരണത്തിൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുന്നത് എല്ലാ ഉപഭോക്താക്കൾക്കും ഗുണം ചെയ്യും. ഒന്നാമത്തെ പ്രധാന അപ്ഡേറ്റ് ഗ്യാസ് ബുക്കിംഗിലെ പുതിയ നിയന്ത്രണമാണ്. അന്താരാഷ്ട്ര വിപണിയിലെ ഗ്യാസ് വിലയിലെ വർധനവും ഗാർഹിക ഉപഭോഗത്തിലെ ക്രമക്കേടുകളും തടയുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയ ഇടവേള നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നിയമം ഇന്ത്യൻ HP, ഭാരത് ഗ്യാസ് എന്നീ 3 കമ്പനികൾക്കും ബാധകമാണ്. അതനുസരിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് 45 ദിവസം കഴിഞ്ഞ ശേഷമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നഗരപ്രദേശങ്ങളിൽ ഈ ഇടവേള 25 ദിവസമാണ്. ഉദാഹരണത്തിന് ജൂലൈ 1 ഗ്രാമത്തിൽ സിലിണ്ടർ ബുക്ക് ചെയ്താൽ ഓഗസ്റ്റ് 15 മുമ്പ് അടുത്ത ബുക്കിംഗ് നടത്താൻ സാധിക്കുകയില്ല. നഗരത്തിൽ ജൂലൈ 1 ബുക്ക് ചെയ്താൽ ജൂലൈ 26 ശേഷമേ അടുത്ത ബുക്കിംഗ് സാധ്യമാകൂ. ഈ നിയന്ത്രണത്തിൽ നിന്ന് ചില ഭാഗങ്ങൾക്ക് ഇളവ് ലഭിക്കും. ആശുപത്രികൾ, ഹോട്ടലുകൾ, ഹോസ്റ്റലുകൾ, കാന്റീനുകൾ തുടങ്ങിയ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ഇടവേള ബാധകമല്ല. 5 അംഗങ്ങളിൽ കൂടുതലുള്ള കുടുംബങ്ങൾക്ക് ഏജൻസിയിൽ അപേക്ഷ നൽകി 15 ദിവസത്തെ ഇടവേളയിൽ ബുക്കിംഗ് നടത്താനുള്ള പ്രത്യേക അനുമതി നേടാൻ സാധിക്കും. ഇതിനായി കുടുംബാംഗങ്ങളുടെ ആധാർ കാർഡുകൾ ഏജൻസിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ബുക്കിംഗ് നടത്തുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ഇടവേള പരിശോധിച്ച് അറിയിപ്പ് നൽകും. ഈ നിയന്ത്രണത്തിന്റെ ഉദ്ദേശം അനാവശ്യമായ സ്റ്റോക്കിംഗ് തടയുന്നതും വിതരണം ക്രമപ്പെടുത്തുന്നതുമാണ്. രണ്ടാമത്തെ പ്രധാന അപ്ഡേറ്റ് നിർബന്ധ സുരക്ഷാ പരിശോധനയാണ്. രാജ്യത്ത് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട 1200-ലധികം ഗ്യാസ് അപകടങ്ങളിൽ ഭൂരിഭാഗവും വീടുകളിലെ ഗ്യാസ് ലീക്ക്, കാലാവധി കഴിഞ്ഞ ഹോസ്, തകരാറുള്ള റെഗുലേറ്റർ എന്നിവ കാരണമായിരുന്നു. ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇന്ത്യൻ HP, ഭാരത് ഗ്യാസ് കമ്പനികൾ സംയുക്തമായി ഓരോ 5 വർഷത്തിലും ഒരു തവണ നിർബന്ധ സുരക്ഷാ പരിശോധന നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പരിശോധന നടത്തുന്നത് ഏജൻസിയിൽ നിന്നുള്ള ID കാർഡുള്ള അംഗീകൃത ടെക്നീഷ്യന്മാരാണ്. പരിശോധനയുടെ ഭാഗമായി ഗ്യാസ് സ്റ്റൌവിന്റെ ബർണറും നോബും പരിശോധിക്കുന്നു. ഗ്യാസ് ഹോസിന്റെ കാലാവധി പരിശോധിക്കുന്നു. 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഹോസ് മാറ്റി പുതിയത് സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകുന്നു. റെഗുലേറ്ററിൽ ലീക്ക് ടെസ്റ്റ് നടത്തുന്നു. സിലിണ്ടർ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് മതിയായ വായു സഞ്ചാരം ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തുന്നു. ഈ സുരക്ഷാ പരിശോധനയ്ക്ക് 236 രൂപ ഫീസ് ഈടാക്കുന്നുണ്ട്. ഈ തുകയിൽ സർവീസ് ചാർജും 18% GSTയും ഉൾപ്പെടുന്നു. പരിശോധനയ്ക്ക് ശേഷം ടെക്നീഷ്യൻ രസീത് നൽകും. ആ രസീത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പരിശോധന പൂർത്തിയാക്കാത്ത വീടുകളിലേക്ക് അടുത്ത സിലിണ്ടർ ഡെലിവറി നിർത്തിവെക്കാൻ കമ്പനികൾക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് ഏജൻസിയിൽ നിന്ന് ഫോൺ വരുമ്പോൾ ഉടൻ തന്നെ പരിശോധനയ്ക്ക് സമയം നിശ്ചയിക്കേണ്ടതാണ്. ടെക്നീഷ്യൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ID കാർഡ് പരിശോധിക്കുന്നത് അത്യാവശ്യമാണ്. പരിശോധന അവസാനം സിലിണ്ടർ സ്ഥാപിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നതും ടെക്നീഷ്യന്റെ ഉത്തരവാദിത്തമാണ്. മൂന്നാമത്തെ പ്രധാന കാര്യം ഇക്വൈസി പൂർത്തീകരണമാണ്. ഇലക്ട്രോണിക് നോ യോർ കസ്റ്റമർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഇക്വൈസി. എല്ലാ ഗ്യാസ് ഉപഭോക്താക്കളും തങ്ങളുടെ ആധാർ കാർഡ് ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണിത്. ഗ്യാസ് സബ്സിഡി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുന്നതിനും ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ കണക്ഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കുന്നതിനുമാണ് ഇക്വൈസി നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇക്വൈസി പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ജൂലൈ മാസം മുതൽ പുതിയ സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില ഏജൻസികൾ ഇക്വൈസി ഇല്ലാത്തവർക്ക് ഡെലിവറി നിർത്തിവെച്ചിട്ടുണ്ട്. ഇക്വൈസി ചെയ്യുന്നതിന് 3 മാർഗങ്ങളാണുള്ളത്. ഏറ്റവും ലളിതമായ മാർഗം ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് പോയി ആധാർ കാർഡും ഒരു ഫോട്ടോയും സമർപ്പിക്കുക എന്നതാണ്. രണ്ടാമത്തെ മാർഗം myLPG.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി ചെയ്യുന്നതാണ്. മൂന്നാമത്തെ മാർഗം UGL ബെനിഫിറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫേസ് ഓതന്റിക്കേഷൻ വഴി ചെയ്യാവുന്നതാണ്. ഇക്വൈസി പൂർത്തിയായോ എന്ന് ബുക്കിംഗ് സമയത്ത് ലഭിക്കുന്ന മെസ്സേജ് പരിശോധിച്ചാൽ മനസ്സിലാകും. ഇക്വൈസി പെൻഡിംഗ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതാണ്. നാലാമത്തെ അപ്ഡേറ്റ് പ്രധാനമന്ത്രി ഉജ്ജ്വലോചന സബ്സിഡിയെ കുറിച്ചുള്ളതാണ്. ഉജ്ജ്വലോചന പ്രകാരം സൗജന്യമായി ഗ്യാസ് കണക്ഷൻ ലഭിച്ച ഗുണഭോക്താക്കൾക്ക് ഓരോ സിലിണ്ടറിനും സബ്സിഡി ലഭിക്കുന്നുണ്ട്. 2026 സബ്സിഡിയുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. വർഷത്തിൽ 12 സിലിണ്ടറുകൾ സബ്സിഡി തുടരും. എന്നാൽ സബ്സിഡി തുക അന്താരാഷ്ട്ര വിപണി വില അനുസരിച്ച് ഓരോ മാസവും വ്യത്യാസപ്പെടും.
ചില മാസങ്ങളിൽ 200 രൂപയും മറ്റ് ചില മാസങ്ങളിൽ 150 രൂപയും സബ്സിഡിയായി ലഭിക്കാം. സബ്സിഡി ലഭിക്കുന്നതിന് ഇക്വൈസി പൂർത്തിയാക്കിയിരിക്കണം. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം. സബ്സിഡി തുക നേരിട്ട് ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സബ്സിഡി ലഭിച്ച വിവരങ്ങൾ mylpg.in എന്ന വെബ്സൈറ്റിലെ സബ്സിഡി ഹിസ്റ്ററി എന്ന ഭാഗത്തിൽ പരിശോധിക്കാൻ സാധിക്കും. 3 മാസത്തിൽ കൂടുതൽ സബ്സിഡി കുടിശ്ശികയുണ്ടെങ്കിൽ ബന്ധപ്പെട്ട KSE ഏജൻസിയിൽ വിവരം അറിയിക്കേണ്ടതാണ്. ഇതിനു പുറമെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു വ്യക്തിയുടെ പേരിൽ ഒന്നിൽ കൂടുതൽ ഗാർഹിക ഗ്യാസ് കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല. ഇതിനു പുറമെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു വ്യക്തിയുടെ പേരിൽ ഒന്നിൽ കൂടുതൽ ഗാർഹിക ഗ്യാസ് കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല. ഇക്വൈസ് വഴി അത്തരം കണക്ഷനുകൾ കണ്ടുപിടിച്ച് ഒന്ന് സറണ്ടർ ചെയ്യാൻ നിർദ്ദേശം നൽകും. ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസത്തെ ഇടവേള നിയമം കർശനമായി പാലിക്കേണ്ടതാണ്. എന്നാൽ അടിയന്തര സാഹചര്യത്തിൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അനുമതി തേടാവുന്നതാണ്. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. സിലിണ്ടർ നിവർന്ന നിലയിൽ മാത്രം സൂക്ഷിക്കുക. അടുക്കളയിൽ വായു സഞ്ചാരം ഉറപ്പുവരുത്തുക. ഹോസും റെഗുലേറ്ററും ഇടയ്ക്കിടെ പരിശോധിക്കുക. ഗ്യാസിന്റെ മണം അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ജനാലയും വാതിലും തുറക്കുകയും ഗ്യാസ് കമ്പനിയുടെ ഹെൽപ്പ് ലൈനിൽ വിവരം അറിയിക്കുകയും വേണം. ചുരുക്കത്തിൽ 2026 ജൂലൈ മുതൽ എല്ലാ ഗ്യാസ് ഉപഭോക്താക്കളും ബുക്കിംഗ് ഇടവേള, സുരക്ഷാ പരിശോധന, ഇക്വൈസി പൂർത്തീകരണം, സബ്സിഡി സ്റ്റാറ്റസ് എന്നീ 4 കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഗ്രാമങ്ങളിൽ 45 ദിവസവും നഗരങ്ങളിൽ 25 ദിവസവുമാണ് ബുക്കിംഗ് ഇടവേള. സുരക്ഷാ പരിശോധനയ്ക്ക് 236 രൂപ ഫീസ് നൽകണം. ഇക്വൈസി ഉടൻ പൂർത്തിയാക്കണം. ഉജ്ജ്വലോചന ഗുണഭോക്താക്കൾക്ക് വർഷം 12 സിലിണ്ടറുകൾ സബ്സിഡി തുടരും. ഈ വിവരങ്ങൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളിലേക്കും എത്തിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പ്രായമായവർക്ക് ഈ മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായി ധാരണ നൽകേണ്ടതുണ്ട്. ഏജൻസിയിൽ നിന്ന് വരുന്ന അറിയിപ്പുകൾ ശ്രദ്ധാപൂർവ്വം വായിക്കുക. എല്ലാ രേഖകളും സൂക്ഷിക്കുക. അടുത്ത മാസം ഗ്യാസ് വിലയിലും നയങ്ങളിലും വരുന്ന മാറ്റങ്ങൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതാണ്. എല്ലാവർക്കും സുരക്ഷിതവും സുഗമവുമായ ഗ്യാസ് ഉപയോഗം ആശംസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.